നമ്മുടെ ഉള്ളം കൈയിലിരിക്കുന്ന ഒരു ചെറിയ ഉപകരണം ഇന്ന് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുകയാണ്. പക്ഷേ ഒരു കാലമുണ്ടായിരുന്നു, ഒരു ഗ്രാമത്തിലാകെ 1-2 ഫോണുകൾ മാത്രമുണ്ടായിരുന്ന കാലം. ആ ഫോണിൽ ഒരു കോൾ വരാൻ വേണ്ടി കാത്തിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫോണുകളുടെ ചരിത്രത്തെക്കുറിച്ചും ആ ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത ഒരു മലയാളി സാന്നിധ്യത്തെക്കുറിച്ചുമാണ്. TPG നമ്പ്യാർ. ബ്രിട്ടീഷ് ഫിസിക്കൽ ലാബോറട്ടറീസ് BPL എന്ന പേര് കേൾക്കുമ്പോൾ ഒരു വിദേശ കമ്പനിയാണെന്ന് കരുതിയവർ നമുക്കിടയിലുണ്ട്. എന്നാൽ തലശ്ശേരിക്കാരനായ ഒരു മനുഷ്യന്റെ ദീർഘവീക്ഷണമാണ് ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് വിപ്ലവത്തിന് അടിത്തറ പാകിയത്. BPL ഒരു സാമ്രാജ്യത്തിന്റെ ഉദയമാണ്. 1963 ഈ കഥ തുടങ്ങുന്നത്. പാലക്കാട് കേന്ദ്രമാക്കി DTG നമ്പ്യാർ BPL സ്ഥാപിക്കുമ്പോൾ ലക്ഷ്യം വാണിജ്യ ഉൽപ്പന്നങ്ങളായിരുന്നില്ല, മറിച്ച് പ്രതിരോധ മേഖലയ്ക്കും മെഡിക്കൽ മേഖലയ്ക്കും വേണ്ടിയുള്ള കൃത്യതയാർന്ന ഉപകരണങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ജപ്പാൻ യാത്ര ഇലക്ട്രോണിക്സ് ലോകത്തെ അതികായന്മാരായ ജപ്പാനിൽ അദ്ദേഹം നടത്തിയ സന്ദർശനം കമ്പനിയുടെ തലവരെ അങ്ങോട്ട് മാറ്റി. സാനിയോ പോലെയുള്ള അന്താരാഷ്ട്ര ബ്രാൻഡുകളുമായി കൈകോർത്തുകൊണ്ട് അദ്ദേഹം അത്യാധുനികമായ സാങ്കേതികവിദ്യ ഇന്ത്യയിലെത്തിച്ചു. ECG മെഷീനുകൾ TVയിലേക്കും ഫോണിലേക്കും എത്തുന്നതിന് മുമ്പേ BPL ഹൃദയമിടിപ്പളക്കുന്ന മെഷീനുകളിലൂടെ ഇന്ത്യക്കാരുടെ ഹൃദയം കീഴടക്കിയിരുന്നു. ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയമിടിപ്പ് പഠിച്ചിട്ടാണ് ഇലക്ട്രോണിക്സ് ഗുഡ്സിലേക്ക് BPL തിരിയുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ലാൻഡ് ഫോൺ എന്നത് ഒരു മ്യൂസിയം പീസ് ആയിരിക്കാം. എന്നാൽ 80കളിലും 90കളിലും ലാൻഡ് ഫോൺ എന്നാൽ ഒരു വീടിന്റെ ഐശ്വര്യമായിരുന്നു. 90% വിപണി വിഹിതം ലാൻഡ് ഫോൺ വിപണിയിൽ BPL എന്ന പേര് അജയ്യമായി നിലകൊള്ളുവാൻ ഇടയായി. പിണഞ്ഞു കിടക്കുന്ന വയറുകളും കറക്കുന്ന ഡയലുകളും പിന്നീട് വന്ന പുഷ് ബട്ടണുകളും ഓർമ്മയുള്ളവർക്ക് വളരെ കൗതുകരമാണ്. PCO വിപ്ലവം ആണ് അടുത്തത്. ഒരു ഗ്രാമത്തിലെ ഏകബന്ധം ഫോൺ ബൂത്തായിരിക്കും. അവിടെ പൈസയിട്ട് വിളിക്കുന്ന കോയിൻ ബോക്സുകൾ, ആ ബൂത്തിന് മുന്നിലെ ക്യൂവും, കുറഞ്ഞ പൈസയിൽ സംസാരിക്കാൻ രാത്രി 9 മണിക്ക് ശേഷം കാത്തിരുന്നിരുന്ന ആളുകളും ഒരു കാലഘട്ടത്തിന്റെ അടയാളവുമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് പേജറുകളാണ്. ലാൻഡ് ഫോണിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റമായിരുന്നു പേജറുകളിലേക്ക്. ചെറിയൊരു സ്ക്രീനിൽ സന്ദേശങ്ങൾ മാത്രം തെളിയുന്ന ഒരു ഉപകരണം, ഏതാണ്ട് ഒരു കാൽക്കുലേറ്റർ പോലെ. അന്ന് അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു. ഇഷ്ടിക പോലുള്ള ഫോണുകളാണ് പിന്നീട് ഇറങ്ങിയത്. പേജറുകൾക്ക് പിന്നാലെ വന്ന ഈ ആദ്യകാല ഫോണുകൾ കണ്ടാൽ ഒരു ഇഷ്ടിക കഷ്ണത്തിന് സമ്മാനമായിരുന്നു. സിഗ്നലിന് വേണ്ടി ആൻറ്റിനെ വലിച്ചു നീട്ടണം, ചാർജ് കുറച്ചു നേരം മാത്രമേ നിൽക്കുകയുള്ളൂ. ഇത് ഒരു അന്തസ്സോടുകൂടി പാൻറ്റിൻ്റെ മുൻവശത്ത് തന്നെയാണ് പിടിപ്പിച്ചിരുന്നത്. ഒരു ടവർ ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് മാറുമ്പോൾ റേഞ്ച് പോകുന്ന ഒരു പഴയൊരു അവസ്ഥ നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല പുതുതലമുറയ്ക്ക്. സാധാരണ ഫോണുകളിൽ നിന്നും ആൻഡ്രോയിഡിലേക്ക് ടച്ച് സ്ക്രീനിലേക്കും വന്ന മാറ്റം കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ ഒരു കാലത്ത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ മാത്രം ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് നാം ഒരൊറ്റ വിരൽത്തുമ്പിൽ ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ യൂറോപ്പിലുള്ള സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ലൈവ് വീഡിയോ കോളിലൂടെ കാണാം. ഇത് കേവലം ആശയവിനിമയമല്ല, മറിച്ച് ദൂരങ്ങളെ ഇല്ലാതാക്കിയ സാങ്കേതിക വിദ്യയാണ്. ഇന്റർനെറ്റിന്റെ കടന്നുവരവോടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കും ഓഫീസും തിയേറ്ററും എല്ലാമായി മാറി. 2024 ഒക്ടോബർ 31 TPG നമ്പ്യാർ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹം ബാക്കി വെച്ചത് ഒരു വലിയ പാഠമാണ്. ഒരു വിദേശ പേരിൽ തുടങ്ങിയിട്ടും തനി മലയാളിത്തമുള്ള ഒരു സംരംഭകനെ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് നട്ടെല്ലായി മാറാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അതിനൂതനമായ സ്മാർട്ട് ഫോണുകൾക്ക് പിന്നിൽ ആ പഴയ ലാൻഡ് ഫോണുകളുടെയും BPL പോലുള്ള കരുത്തറ്റ ഇന്ത്യൻ ബ്രാൻഡുകളുടെയും വിയർപ്പുണ്ട്. കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കുമ്പോൾ ഇനി നമ്മൾ ആ പഴയ ഡയൽ ഫോണിനെയും അത് സാധ്യമാക്കിയ TPG നമ്പ്യാരെയും കൂടി ഓർക്കാം. അതുകൊണ്ടാണ് ഇത്രയും ഈ കാര്യങ്ങൾ നീട്ടി പറഞ്ഞത്. 2 കാലഘട്ടത്തെപ്പറ്റി, ഈ മൊബൈൽ കാര്യങ്ങളെ പറ്റി പറഞ്ഞത്. BPL എന്ന് പറയുന്നത് BPL TV, ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റുകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് പല വിദേശ കമ്പനികളും അവിടെ കയറിപ്പറ്റിയെങ്കിലും BPL അന്നും ഇന്നും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ചേക്കേറി